നമസ്കാരം. ടാൻഡം PSCയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാത്തിരുന്ന LSGSന്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് PSC പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ. മെയ് മാസത്തെ ഷെഡ്യൂൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് റിവൈസ് ചെയ്തുകൊണ്ടൊരു ഷെഡ്യൂൾ കഴിഞ്ഞ ദിവസം PSC പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ടാൻഡം PSC എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവാൻ വേണ്ടി ശ്രമിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ സമയം പോലെ മറുപടി നൽകുന്നുണ്ട്. ഒരുപാട് പേര് ടെലഗ്രാം ചാനലിലൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ആ ഒരു 24 ഹവറിനുള്ളിൽ പരമാവധി മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. മെയ് 21 തീയതിയാണ് ഇൻ്റർവ്യൂ ആരംഭിക്കുന്നത്. മെയ് 21 തീയതി 9:30 ഫസ്റ്റ് ബാച്ചിനുള്ള ഇൻ്റർവ്യൂ ആരംഭിക്കും. 15x4 അഥവാ 60 പേർക്കുള്ള ഇൻ്റർവ്യൂ ആണ് അന്ന് 9:30 ബാച്ചിൽ വരുന്നത്. പിന്നീട് അന്ന് തന്നെ 12 മണിക്ക് മറ്റൊരു ബാച്ച് കൂടിയുണ്ട്. അതിലും ഇതേപോലെ 15x4, അതായത് 4 ബോർഡായിട്ട് മൊത്തം 60 പേരെയാണ് ഒരു ടൈമിന് 9:30 ആ ടൈമിന് ഇൻ്റർവ്യൂ നടത്തുന്നത്. അടുത്ത ഉച്ചയ്ക്ക് ശേഷമുള്ള 12 മണിക്കുള്ള സെഷനിൽ അതേപോലെ ഒരു 60 പേരെ കൂടി ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അങ്ങനെ മൊത്തം മെയ് 31 വരെ ഏകദേശം ഒരു 400 ചില്ലാനം ആളുകളുടെ ഇൻ്റർവ്യൂ ആണ് നടക്കുന്നത്. പിന്നെ ബാക്കി ഒരു 555 പേര് മെയ് മാസം പിന്നെ ബാലൻസ് വരുന്നുണ്ട് 1000 പേരിൽ. അവരുടേത് ജൂണിൽ കൂടി നടന്ന ജൂൺ പകുതിയോട് കൂടി അതിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സ് പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ജൂൺ 30 അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലൊക്കെ ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വരാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രൊസീജിയറൊന്നും കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് ലിസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നത് ജൂണിൽ നിയമനം തുടങ്ങുമെന്നായിരുന്നു. ജൂണിലെങ്കിൽ ജൂലൈയിലെങ്കിലും നിയമനം തുടങ്ങാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൽ ടൈം കൊടുത്തതും നോക്കിയാൽ അറിയാം. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെയാണ് ടൈം ഇതിൽ കണക്കാക്കിയിട്ടുള്ള ഇൻ്റർവ്യൂവിന്. അതായത് 15x4 15 പേരെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. ഇതിൽ കാണിച്ചത് പ്രകാരം 12 മണിക്ക് അടുത്ത ബാച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 15 പേര് 2.5 മണിക്കൂർ കൊണ്ട് ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഏകദേശം 10 മിനിറ്റാണ് നമ്മളതിൽ കാണുന്നത്. ഏകദേശം അത്ര സമയമായിരിക്കും ഒരാൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവുക എന്ന് നമുക്ക് അനുമാനിക്കാം. ഒരുപാട് പേര് ടെലഗ്രാം ചാനലിലായിട്ടും വാട്സപ്പിലായിട്ടൊക്കെ ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂയോട് ബന്ധപ്പെട്ട്. ടാൻഡം PSCയുടെ LSGS സെക്രട്ടറി ഇൻ്റർവ്യൂയുടെ ഒരു ബാച്ച് ഏപ്രിൽ 12 ആരംഭിക്കുകയാണ്. നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള LSGS മെയിൻസ് എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള പ്രധാനമായിട്ടും ഒരു LSG സെക്രട്ടറി അറിഞ്ഞിരിക്കേണ്ട അധികാര വികേന്ദ്രീകൃത ആസൂത്രണം, ഗവേണൻസ് അടക്കമുള്ള മേഖലക്ക് ഇമ്പോർട്ടൻസ് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ ഇൻ്റർവ്യൂ കോഴ്സിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മോക്ക് ഇൻ്റർവ്യൂ അടക്കം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. നേരത്തെ PSC റീസെൻ്റായിട്ട് നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള ആളുകളുടെയൊക്കെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കൃത്യമായിട്ട് ഒരു PSC എക്സാമിന് ഒരു PSC ഇൻ്റർവ്യൂവിന് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളത് കുറിച്ച് അടുത്ത മാസം ഇൻ്റർവ്യൂ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് മുമ്പ് കൃത്യമായിട്ടൊരു ഇൻ്റർവ്യൂ നിർഭയത്വത്തോടുകൂടി നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു കോഴ്സാണ്. വെറും 599 രൂപ മാത്രമാണ് നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഡിക്ലെയർ ചെയ്യുമ്പോൾ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട്, എന്താണ് ടാൻഡം PSC ഇത്ര ചെറിയ ഫീസ് വാങ്ങുന്നത് എന്ന്. ഒന്നുകൊണ്ടല്ല, നമ്മൾ ഈ ഒരു ടാൻഡം PSC എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആയിട്ടല്ല ഞാനിത് കൊണ്ടുപോകുന്നത്. നിങ്ങളൊക്കെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതിന് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെറിയൊരു ഫീസെങ്കിലും നിങ്ങളോട് വാങ്ങുന്നത്. LSC എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടായിരുന്നു ബാച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ ക്ഷണിക്കുമ്പോൾ അതിൻ്റെതായ ചിലവുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യുക എന്നുള്ള നിലക്കാണ് ചെറിയൊരു ഫീസ് നിങ്ങളെ കൊണ്ട് വാങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന 7034 327 690 9544166690 എന്നീ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ള 7034 ഗൂഗിൾ പേ ഉണ്ട്. ആ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ ഫീസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കാനുള്ള ടിപ്സുകളും അതോടൊപ്പം ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തവർ എങ്ങനെയാണ് അതിനു വേണ്ടി തയ്യാറെടുത്തത് എന്നുള്ള അനുഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവരോട് നേരിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം മോക്ക് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. അതിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ മെയിൻ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ഒരാൾക്ക് ഇന്റർവ്യൂവിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിലേക്ക് കയറാൻ പറ്റുമോ എന്നൊരു ചോദ്യം കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അതൊരിക്കലും ഉണ്ടാവില്ല. അതായത് സപ്ലിമെന്ററിയിൽ ഏറ്റവും ടോപ്പിൽ എത്താൻ അയാൾക്ക് കഴിയും. മെയിൻ ലിസ്റ്റിലുള്ളവർക്കും അതേപോലെ മാർക്ക് എത്ര കുറഞ്ഞാലും അവർ സപ്ലിയിലേക്കൊന്നും പോകില്ല, മെയിൻ ലിസ്റ്റിന് ഏറ്റവും താഴേക്ക് പോരും എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇപ്പോൾ നിലവിൽ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ളവർ ഇന്റർവ്യൂ കഴിയുമ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിലായിരിക്കും, മെയിൻ ലിസ്റ്റിലുള്ളവർ മെയിൻ ലിസ്റ്റിൽ തന്നെയായിരിക്കും. ഈ ഇന്റർവ്യൂവിന്റെ ഫലമായിട്ട് ആരും പുറത്തു പോകില്ല, ലിസ്റ്റിൽ നിന്ന് ആരും പുറത്തു പോകില്ല. പക്ഷെ അവരുടെ പൊസിഷനൊക്കെ മാറും. നമുക്കറിയാം, ഒരു മാർക്ക് പോലും ഒരുപാട് നമ്മളെ പിറകോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇന്റർവ്യൂവിൽ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇന്റർവ്യൂ അല്ലേ എന്ന് വിചാരിച്ചിട്ട് നിന്നിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം 450 പേര് അടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ ഒരു 150 റാങ്കിലൊക്കെ വരുന്നവർ നമുക്ക് സേഫ് സോണിലാണെന്ന് പറയാം. അപ്പോൾ ഈ 150 എത്താനുള്ള ശ്രമമായിരിക്കും എല്ലാവരും നടത്തുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും നടത്തും. പരമാവധി ഒരു സേഫ് സോണായി നമ്മളിപ്പോൾ ആരുടെയും റാങ്ക് എത്രയെന്ന് ആർക്കും അറിയില്ല. കാരണം ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റൊക്കെ പുറത്തു വിടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ 150 പെടാൻ, ഒരു പക്ഷേ ആദ്യ 150 പോലും, ഇപ്പോൾ നിലവിൽ ആദ്യ 150 പോലും നമ്മൾ ഇന്റർവ്യൂവിൽ നമ്മുടെ ഇത് കുറയുകയാണെങ്കിൽ 150 താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്താനായിട്ട്. അപ്പോൾ ഇത് ഏത് ഭാഷയിലാണ് ഇന്റർവ്യൂ ഉണ്ടാവുക എന്ന് ചില ആൾക്കാർ സംശയം ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഭാഷ മാതൃഭാഷയാണ്, മലയാളമാണ്. ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷെ നമ്മൾ എക്സാമിന് ഇംഗ്ലീഷും മലയാളം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളത്തിലും ആൻസർ ചെയ്യാൻ സംവിധാനമുള്ളതുപോലെ തന്നെ ഇവിടെ നമുക്ക് മലയാളത്തിൽ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു വിഷയമല്ല, ഭാഷയുടെ കാര്യം ഒരു വിഷയമല്ല. അത് മിക്കവാറും മലയാളത്തിലായിരിക്കും ചോദ്യങ്ങൾ കൂടുതലും ചോദിക്കുക. ഇംഗ്ലീഷിലും ചോദിക്കാം. ഇംഗ്ലീഷിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മലയാളത്തിൽ ആൻസർ പറഞ്ഞു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. നമ്മുടെ പെർഫോമൻസ് ആണ് അവർ നോക്കുക, നമ്മുടെ ഭാഷയേക്കാൾ ഉപരി. കാരണം നമുക്കറിയാം, ഒരു പഞ്ചായത്ത് സെക്രട്ടറി എന്ന പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഇത് നമ്മൾ കാലിബർ നമുക്ക് ഉണ്ടോ എന്നായിരിക്കും ഇന്റർവ്യൂ ബോർഡ് കാര്യമായിട്ട് നോക്കുക. കാരണം ഒരു ഇംഗ്ലീഷ് കൂടുതൽ കൈകാര്യം ചെയ്യാൻ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറുടെ പോസ്റ്റിലേക്കല്ല നമ്മൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നത്. ആ ഒരു ഇത് നിങ്ങൾ ശ്രദ്ധയിൽ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പെർഫോം ചെയ്യാൻ നല്ല രീതിയിൽ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കാൻ നിങ്ങൾക്കുള്ള കാലിബർ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തോന്നുന്ന വിധത്തിൽ ഉള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി പറ്റണം. പിന്നീട് എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നാണ് മറ്റു പല ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ചോദ്യങ്ങൾ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് എന്തും ചോദിക്കാം, അവർക്ക് തോന്നുന്നതാണ് ചോദ്യം. അവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കും മിക്കവാറും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് രാജ് ആയിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ ഒരു LSCയുടെ സ്ട്രക്ചർ, അതേപോലെ ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണവും വികേന്ദ്രീകൃത ആസൂത്രണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നമുക്കൊരു മാർക്ക് ഇടും. അപ്പോൾ നമുക്കറിയാം, അപ്പൊ നിങ്ങളാണ് ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ഒരു അംഗം എന്ന് വിചാരിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി ആര്, പഞ്ചായത്ത് പ്രസിഡന്റ് ആര് എന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്തായിരിക്കും? ഇയാളിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആവാനും നല്ലല്ലോ പോകുന്നത്. അപ്പോൾ 16ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് അറിഞ്ഞില്ലെങ്കിലും ഇയാൾക്ക് പഞ്ചായത്ത് രാജിനെ കുറിച്ച് നന്നായി അറിയാം, അല്ലെങ്കിൽ പഞ്ചായത്തുകളെ കുറിച്ച് ധാരണയുണ്ട്, ഇയാൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആവാൻ യോഗ്യതയുണ്ട് എന്നുള്ളൊരു തീരുമാനത്തിലല്ലേ നമ്മളാണെങ്കിൽ. ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? ഇദ്ദേഹത്തിന് പഞ്ചായത്ത് രാജിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്, ഇയാൾക്ക് ഇത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും, പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നാൽ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നലിൽ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോവില്ലേ? ആ ഒരു രീതിയിൽ ഈ ഒരു തദ്ദേശ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടൊരു സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് റീസെന്റ് ആയിട്ട് ഒരുപാട് സംഗതികൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുടെ പ്രാദേശിക ഗ്രൂപ്പുകളിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപക്ഷെ ഈ മാർച്ച് 31 ആയിട്ട് ഒരു പോസ്റ്റർ നിങ്ങളുടെ വാർഡ് മെമ്പർ മിക്കവാറും ഷെയർ ചെയ്തിട്ടുണ്ടാകും. ഏപ്രിൽ 10 വരെ പഞ്ചായത്ത് ഓഫീസിൽ, നിങ്ങൾ റൂറൽ ലോക്കൽ ബോഡിയിലാണെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്ററുകൾ നിങ്ങളുടെ പ്രാദേശിക ഗ്രൂപ്പുകളിൽ ആ സമയത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മിക്കവാറും വന്നിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് റൂറൽ ലോക്കൽ ബോഡികളിൽ പുതിയ ഒരു സോഫ്റ്റ്വെയർ ചേഞ്ചിങ്ങിന്റെ സമയമാണ്.
സ്മാർട്ട് എന്ന് പറയുന്ന പുതിയ സംവിധാനത്തിലേക്ക് ഏപ്രിൽ 1 മുതൽ 10 വരെ അതിൻ്റെ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സേവനങ്ങളൊന്നും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കിട്ടാത്തൊരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഈ സ്മാർട്ടിനെ കുറിച്ചൊക്കെ സ്മാർട്ട് നേരത്തെ മുനിസിപ്പാലിറ്റികളിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ LSTSന്റെ ഫൈനൽ എക്സാമിന്, മെയിൻസ് എക്സാമിന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇന്റർവ്യൂവിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് സ്മാർട്ട് എന്താണ് അത് കൊണ്ടുവരാനുള്ള കാരണം, നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ സംവിധാനങ്ങളിൽ നിന്ന് പുതിയ സംവിധാനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് മാറ്റം, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അതേപോലെ നമുക്കറിയാം പഞ്ചായത്ത് വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ഇപ്പോൾ അടുത്തായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഡിജി കേരളം പദ്ധതി പോലെ, അതേപോലെ എന്താ പറയുക, ലൈഫ് മിഷൻ പദ്ധതി പോലെ, എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം പോലെ ഒരുപാട് പദ്ധതികൾ റീസെൻ്റ് ആയിട്ട് പഞ്ചായത്തുകൾ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ അധികാര വികേന്ദ്രീകരണവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്, ഇന്റർവ്യൂവിന് പോകാനായിട്ട്. ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ എല്ലാവരും കഴിവുള്ള ആളുകളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നല്ല ടഫായിട്ടുള്ള ഒരു പരീക്ഷയിൽ പല ആളുകളും പകച്ചു നിന്നപ്പം നിങ്ങൾ ആ ഒരു ടെൻഷനെയൊക്കെ മറികടന്നുകൊണ്ട് പരീക്ഷയിൽ ആൻസർ ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ എക്സാം എഴുതിയ 35,000 പേരിൽ ഏകദേശം ഒരു 5,000 പേർക്കൊക്കെ ഇതിൽ മാർക്ക് നേടാൻ മാത്രമുള്ള, ഈ കട്ട് ഓഫ് കടക്കാൻ വേണ്ടി മാത്രമുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറൊക്കെ അറിയുന്നവർ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ടെൻഷൻ കാരണം പല ആളുകളും എക്സാം കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പം ഞാൻ എഴുതാത്ത എല്ലാ ക്വസ്റ്റ്യനും എനിക്ക് അറിയുന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻ എനിക്ക് അറിയുന്നതുണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല, അവിടെ എത്താൻ പറ്റിയിട്ടില്ല. സത്യത്തിൽ ഈ ഒരു നമുക്കറിയാം 200 മാർക്കിൽ ഒരു 100 മാർക്കിന് താഴെയാണ് കട്ട് ഓഫ് വന്നതില്ലേ. അപ്പം അതായത് ഒരു പേപ്പറിൽ 100 ക്വസ്റ്റ്യൻ ഉണ്ടായപ്പോൾ അതിൽ 50 ക്വസ്റ്റ്യൻ ശ്രദ്ധയോടെ ആൻസർ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ലിസ്റ്റിൽ വരുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, ഫസ്റ്റിൽ തന്നെ കണ്ട ചോദ്യങ്ങൾ ടഫ് കണ്ടപ്പോൾ ആള് ആകെ ഡൗൺ ആയി. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, അറിയുന്ന ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെയാണ് പല ആളുകളും ലിസ്റ്റിൽ നിന്ന് ഔട്ടാകുന്നത്. അപ്പോൾ അത്തരം ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷാ അറ്റ്മോസ്ഫിയറിൽ നിന്നും ആ ടെൻഷനുകളെയൊക്കെ മറികടന്നുകൊണ്ട് കൃത്യമായിട്ട് ആൻസർ ചെയ്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മറികടക്കാൻ, ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന കടമ്പയെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മറികടക്കാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ പറഞ്ഞതുപോലെ നിങ്ങളിൽ 1000 പേര് ഒരു മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഒരു 200-250 പേരായിരിക്കും മത്സരത്തിൽ വിജയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുറത്താക്കേണ്ടത് മറ്റു 750 പേരെ, അല്ലെങ്കിൽ നിങ്ങൾ മറികടക്കേണ്ടത് മറ്റു 750 പേരെ കൂടിയാണ്, നിങ്ങളെപ്പോലെ കാലിബറുള്ള 750 പേരെയാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി തന്നെ, നിങ്ങൾ ടെൻഷനാക്കാൻ പറയല്ല, നിങ്ങൾ ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെ, വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ ഇന്റർവ്യൂവിനെ കാണണം. പരമാവധി നിങ്ങൾ തയ്യാറെടുപ്പോട് കൂടി തന്നെ ഈ ഒരു ഇതിന് പോകണം. കൃത്യമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പഞ്ചായത്ത് രാജിനെയൊക്കെ പറ്റി അറിയുന്ന ആളുകളിൽ നിന്ന് തന്നെ, പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിലപ്പുറത്ത് അപ്ലിക്കേഷൻ ലെവൽ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, LSTSന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അറിയാം, നല്ല അപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് എക്സാമിന് തന്നെ. അപ്പം ഇനി ഇന്റർവ്യൂവിന് അതിനേക്കാൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ രീതിയിൽ കൃത്യമായിട്ട് തയ്യാറെടുപ്പ് നടത്താൻ പറ്റിയ മാർഗങ്ങൾ, സോഴ്സുകൾ നിങ്ങൾ കണ്ടെത്തണം. ഇത് മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഒരു ജൂലൈ മാസത്തോടു കൂടി തന്നെ ഇതിൽ നിയമനം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം നമുക്കറിയാം ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് പോകുകയാണ് അല്ലേ. സ്വാഭാവികമായിട്ടും നിലവിൽ ഒരുപാട് തദ്ദേശ സ്ഥാപനങ്ങളിൽ സെക്രട്ടറി തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതൊക്കെ ഈ ഒരു ഇലക്ഷന് മുമ്പ് നികത്തൽ അനിവാര്യമാണ്. ഇലക്ഷന് ഇപ്പോൾ വാർഡ് വിഭജനത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വോട്ടർ ലിസ്റ്റിന്റെ പണികളുണ്ടാകും, അത് കഴിഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പണികളുണ്ടാകും. അപ്പോൾ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്രട്ടറി ഇല്ലാതെ മുന്നോട്ട് പോകൽ വളരെ പ്രയാസമായിട്ടുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് നിയമനം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 125 ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു 125 പേർക്കൊക്കെ ഈ തുടക്കത്തിൽ തന്നെ, 125 100 പേർക്കെങ്കിലും ഒക്കെ ഈ തുടക്കത്തിൽ തന്നെ അഡ്വൈസ് കിട്ടാനുള്ള സാധ്യത, അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി എല്ലാവരും പഠിക്കുക, കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുക. നല്ല ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.